ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഞാനും എൻ്റെ മക്കൾക്കും അൽഹംദുലില്ലാഹ് റാഹത്തായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ എന്താ കുഞ്ഞമ്മൻ്റെ പുത്തിന് പറയാനുള്ളത്? ഇന്നിൻ്റെ അമ്മച്ചൻ്റെ ഷെമീനാക്കിയും ഷെനീക്കാക്കിയും ഉപദ്രവിച്ച ഞാനും താത്തയും ചൈൽഡ് ലൈനിലും വിധവ കമ്മീഷനിലും മനുഷ്യാവകാശ കമ്മീഷനിലും പോയി പരാതി പറയും. ഓള് പറഞ്ഞത് കേട്ടല്ലോ. ഇന്നെ പുറകിൽ നടന്നുങ്ങാണ്ട് ഷെനീക്ക് നിങ്ങളും നിങ്ങളെ ഗുണ്ടകളും കൂടി എന്നിട്ട് ബുദ്ധിമുട്ടിച്ചാൽ, അതായത് എൻ്റെ നാട്ടുകാർ, ഞാൻ പപ്പടത്തിനോടത്തെ കാക്കാരോ അവിടെ ഉള്ള ആളുകളോ അല്ലെങ്കിൽ എൻ്റെ നാട്ടിലുള്ളവരോ, എൻ്റെ അയൽവാസികൾ, എൻ്റെ ഓട്ടോ ഡ്രൈവർമാർ, അതുപോലെ എൻ്റെ പമ്പിൽ പണിയെടുക്കുന്ന ജീവനക്കാർ, പമ്പിൽ പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളൊന്നും എനിക്ക് ബുദ്ധിമുട്ട് തരുന്നില്ല. എനിക്ക് ബുദ്ധിമുട്ട് തന്നത് ഷെനീക്ക് പറഞ്ഞിട്ട് ഷമീമ ഇറങ്ങി നടക്കുകയാണ്. ഞാൻ പോണ ഭാഗത്തേക്ക് മുഴുവൻ ഒരാളുകളെയും കൂട്ടി വരാൻ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ്. ഇപ്പോൾ അൽഹംദുലില്ലാഹ് 2 ആഴ്ചയായിട്ട് ഉമ്മച്ചിക്ക് ബുദ്ധിമുട്ടില്ലാതെ ഞാൻ ജീവിച്ചു പോകുന്നുണ്ട്. അൽഹംദുലില്ലാഹ് എൻ്റെ നാട്ടുകാർ എനിക്ക് സപ്പോർട്ട് ചെയ്ത ഞങ്ങളുടെ നാട്ടുകാർക്കും പോത്തൽ പോലീസ് സ്റ്റേഷനത്തെ പോലീസുകാർക്കൊക്കെ എങ്ങനെയാണ് നമ്മൾ നന്ദി പറയേണ്ടത് ഞങ്ങൾക്കറിയില്ല. അൽഹംദുലില്ലാഹ് എന്തായാലും റബ്ബിന് ഏറ്റവും കൂടുതൽ നന്ദി എൻ്റെ റബ്ബിനോട് പറയട്ടെ. കാരണം ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു പെണ്ണാണ് ഞാൻ. വിധവ, അഗതി മാത്രമല്ല, ഒന്നും നോക്കണ്ട, എന്തെങ്കിലും നോക്കണ്ട. പക്ഷേ എൻ്റെ 2 എത്തീം മക്കളായ കുട്ടികളാണ്. എത്തീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാപ്പ മരണപ്പെട്ടാൽ മാത്രമല്ല കുട്ടികൾ എത്തീങ്ങളാകാം. ബാപ്പ ഉപേക്ഷിച്ചിട്ട് വർഷങ്ങളോളായിക്കണം ഉപേക്ഷിച്ച് പോയിട്ട്. അപ്പോൾ ഈ ഭർത്താവ് ഉപേക്ഷിച്ച് പോയിട്ട് ഇത്രയും വർഷത്തിനടുക്ക് മരണപ്പെട്ടോ ഇല്ലയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അന്ന് തൊട്ട് ഞാനും ഒരേപോലെ തന്നെയാണ്. നമ്മളെന്തെങ്കിലും പിന്നെ ഏത് സംഘടനക്കാരും നമ്മളോട് ചോദിക്കും നിങ്ങളെ കുട്ടികളെ ഭർത്താവ് മരിച്ച സർട്ടിഫിക്കറ്റ് ഉണ്ടോ. അതുപോലെ ഗവൺമെൻറ്റിനും വേണ്ടത് ഒരു വിധവ പെൻഷൻ തരണമെങ്കിൽ ഭർത്താവ് മരിച്ച സർട്ടിഫിക്കറ്റാണ് ചോദിക്കുക. അപ്പോൾ എനിക്ക് പിന്നെ അതൊന്നും തരാനില്ല. കാരണം എൻ്റെ ഭർത്താവ് ഉപേക്ഷിച്ച് പോയ ഒരു വ്യക്തിയാണ്. എനിക്ക് ഒരു സഹായമോ ഒന്നും എനിക്ക് വേണ്ട. പക്ഷേ ഞാൻ കൊണ്ടുപോകണ പപ്പടം പോയിട്ട് ഞങ്ങളെ കച്ചവടം ബുദ്ധിമുട്ടാക്കാതെ എൻ്റെ കുട്ടികളുടെ ഫുഡും കാര്യങ്ങളുമാണ്. അത് നിഷേധിക്കാതിരിക്കുക. പിന്നെ ഇനിയും ബുദ്ധിമുട്ടിച്ച എൻ്റെ കുട്ടി പറഞ്ഞ പോലെ എൻ്റെ മോളും 2 മക്കളെയും കൂട്ടിയിട്ട് ഞങ്ങൾ പോകും ചൈൽഡ് ലൈന്, വനിതാ കമ്മീഷന്, മനുഷ്യാവകാശ കമ്മീഷന്. എൻ്റെ കുട്ടികൾ പോയി പരാതി പറഞ്ഞാൽ അതോടുകൂടി തീർന്നു കേട്ടോ. കാരണം എൻ്റെ കുട്ടികളുടെ ഉമ്മച്ചിയാണ്, ഉപ്പച്ചിയും കൂടി ഞാനാണ്. അപ്പോൾ വേറെ ആരും ഞങ്ങൾക്കൊരു സഹായമോ ഒന്നും ഞങ്ങൾക്ക് ഒരു ആശ്രയം ഇല്ലാത്ത ജീവിച്ചു പോകുന്നൊരു വ്യക്തികളാണ്. പക്ഷേ ഞങ്ങൾ ഇനിയെങ്കിലും ഞങ്ങളെ വഴിക്ക് വിടുക. ഇപ്പോൾ ഏതായാലും 2 ആഴ്ചയായിട്ട് ബുദ്ധിമുട്ടില്ലാതെ പോവുകയാണ്. അപ്പോൾ ഇതേപോലെ ഞങ്ങളെ മുന്നോട്ട് വിടുക. എൻ്റെ കുടുംബം ഷെനീക്കിൻ്റെ ഷമീമിൻ്റെ കുടുംബക്കാരളക്കല്ലേ അടങ്ങിക്ക്. ഷെനീക്കിൻ്റെ കുടുംബക്കാരൊക്കെ വളരെ പേര് കേട്ട ആൾക്കാരാണ്. ഈ കാരണത്താൽ ഓലും കൂടി വലിച്ചേക്കാൻ നിൽക്കണ്ട. ഓല വഴി ജീവിച്ചു പോയിക്കോട്ടെ. ഇജും എൻ്റെ ഏട്ടനും കൂടി ചെയ്യുന്ന ചണ്ടിത്തരം മറ്റുള്ളവരും കൂടി ബലിയാടാക്കാൻ നിൽക്കണ്ട. മനസ്സിലാവണ്ടല്ലോ. ഒരുപാടിട്ട് കഷ്ടപ്പെടുത്തി നിങ്ങൾ ഒരുപാട്. കാരണം പമ്പിൽ നിൽക്കുമ്പോൾ അവിടെ വന്നിട്ടായിട്ടും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ട് ആ പമ്പിലുള്ള ഐറ്റങ്ങൾ മുഴുവനും വന്നിട്ട് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞതാ, താത്ത പോലെ എന്തെങ്കിലും കാട്ടിപ്പോയിക്കോട്ടെ, നിങ്ങൾ അങ്ങനെ മൈൻഡ് ചെയ്യാതെ നിന്ന് നിങ്ങളിൻ്റെ ഭക്ഷണം വരെ നിഷേധിച്ച് നടത്തിയിട്ട് ഇപ്പം നാട്ടുകാർ മൊത്തം ഇറങ്ങിയിരിക്കണം കേട്ടോ. ഇനി നിങ്ങളെ കളിയൊന്നും നടക്കൂല. എല്ലാവരും പറഞ്ഞ് ഫേസ്ബുക്കിൽ മൊത്തം പിന്നെ എല്ലാ മനുഷ്യന്മാരെ ഫോണൊക്കെ എത്തിയിരിക്കണം. അതുകൊണ്ട് നിങ്ങളെ ഒരു കളി ഇനി നടക്കൂല. ഇപ്പോൾ അപവാദമാണ് സദിനാനെ കൊണ്ട് പറഞ്ഞുണ്ടാക്കണത്. അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന് തവക്കൽത്തു അല്ലാഹ് റബ്ബിനെ ബോധിപ്പിച്ച് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. എനിക്ക് അള്ളാഹിനെ മാത്രം ബോധിപ്പിച്ചാൽ മതി ഞാൻ ജീവിക്കണത് എങ്ങനെയാണെന്നും ഞാൻ എങ്ങനെയായിട്ട് മുന്നോട്ട് പോകണതെന്നും. അല്ലാതെ എല്ലാവരും കൂടി ബോധിപ്പിക്കാൻ നിൽക്കുമ്പോഴേക്കും നമുക്കൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ആരടുത്തേക്കും ഒന്നിനും വരുന്നുമില്ല. വരാനുള്ള വിധി അള്ളാഹ് തരാതിരിക്കട്ടെ. പിന്നെ എനിക്കൊരൊറ്റ അപേക്ഷയുള്ളൂ. ഞാൻ കൊണ്ടുവരുന്ന പപ്പടം എല്ലാവരും ഓരോ പപ്പടക്കൂട് വാങ്ങിയിട്ട് സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇല്ലെങ്കിലും ഞങ്ങൾക്ക് സങ്കടമല്ല. കാരണം പപ്പടം എല്ലാവരും പിന്നെ വാങ്ങൂലല്ലോ. ചിലവർക്കൊന്നും പറ്റൂല. കാരണം പ്രഷറൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവും. പക്ഷെ എന്നാലും എനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അൽഹംദുലില്ലാഹ് ഒരുപാട് ആളുകൾ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ പപ്പടം കാണുമ്പോൾ ഇതിൻ്റെ അടുത്ത് വാങ്ങിയിട്ട് 4, 5 കൂട് പപ്പടം വാങ്ങി എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് എൻ്റെ വഴിക്ക് വിടുക. ഇന്നെ ബുദ്ധിമുട്ടിക്കാൻ വരാൻ നിൽക്കരുത്. കാരണം ഞാൻ ചെറിയൊരു കുടുംബത്തിലുള്ളതാണ്. കുഞ്ഞു കുടുംബമാണ്. എൻ്റെ 2 മക്കളെ പോറ്റാണ്. അതായത് എൻ്റെ കുടുംബത്തിനെ പോലെ വലിയ പേര് കേട്ട ഫാമിലി അല്ല ഞങ്ങൾ. മനസ്സിലായോ? എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ വലിയ പൈസക്കാരാണ്. പൈസമ്മൽ പറക്കാണ് ഇതൊക്കെ. അതേപോലെ രാഷ്ട്രീയക്കാരായിട്ടും പോലീസുകാർ ഒക്കെ നിങ്ങൾക്ക് സപ്പോർട്ടുള്ള ആളാണ്. പക്ഷേ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ റബ്ബല്ലാതെ പിന്നെ എൻ്റെ ഇപ്പം എല്ലാവരും എനിക്ക് സപ്പോർട്ടാണ്. ഉണ്ടാവുമാണല്ലോ അൽഹംദുലില്ലാഹ്. ഇപ്പം എല്ലാവരും എനിക്ക് സപ്പോർട്ടാണ്. സന്തോഷമുണ്ട്. എല്ലാവരോടും തീർത്താൽ തീരാത്ത നന്ദി. അൽഹംദുലില്ലാഹ്.
എന്നാൽ ഞങ്ങളെ വീഡിയോ എല്ലാവരും ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക. ഷമീമിൻ്റെ ഷെനീക്കിൻ്റെ അടുത്ത് എത്തിക്കോട്ടെ. ഓക്കെ കേട്ടോ. എന്നാൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.